ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഈക്വൽ ആയിക്കൊണ്ട് ഒരേ അളവിൽ ക്രോമസോം എടുത്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജന്മമാണ് സുബ്ഹാനല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും. ആ സ്ത്രീയോടും പുരുഷനോടും വ്യത്യസ്തങ്ങളായി സൃഷ്ടിക്കപ്പെട്ട അവരെ പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ വീണ്ടും പറയാണ്, നിങ്ങളെ സ്ത്രീയെയും പുരുഷനെയും ഒരേ ആത്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ആത്മാവിൽ നിന്നുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ആ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും മറ്റനേകം സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെയും സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. അള്ളാഹു നിരന്തരം നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുന്നതിന്റെ കൂടെ പറയണത് പടച്ചവനോട് നാം നൽകേണ്ട സൂക്ഷ്മതയോടൊപ്പം ചേർത്ത് പറയുകയാണ്, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. കാരണം തമ്പുരാൻ, എൻ്റെ പടച്ചോൻ എന്നെ ഓരോ നിമിഷവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എപ്രകാരമാണ് എൻ്റെ ബന്ധങ്ങളോട്, ഞാൻ എപ്രകാരം നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ബന്ധങ്ങളോട് ഞാൻ എപ്രകാരമാണ്. നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുമോ? അത് തന്നെയാണ് ഏറ്റവും മനോഹരമായ ഊഷ്മളത നൽകുന്ന, ഇമ്പം പകരുന്ന ആ കുടുംബങ്ങൾ സംജാതമാവുക, സ്നേഹം നൽകുന്ന ആ ബന്ധങ്ങൾ സംജാതമാവുക നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതും.